നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും AC വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഓറിയൻറ്റിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഇൻഫ്രാറെഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള പാചക രീതി. ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകം, ഇതിൽ ഏത് മോഡൽ പാത്രം വേണമെങ്കിലും വെക്കാം. അതിൻ്റെ മോഡൽ നമ്പർ അടുത്ത് നിങ്ങൾ കണ്ടത്, ആ മോഡൽ ശ്രദ്ധിച്ചോളൂ. ഓൺലൈനിലെ റേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം 3,300ഓളം മാർക്കറ്റിൽ ഇപ്പോൾ അതിന് വിലയുണ്ട്. 3,300, 3,400 പലരും പല റേറ്റാണ് കൊടുക്കാറ്. എടുത്തു പറയേണ്ടത്, അത് ഏത് പാത്രം വേണമെങ്കിലും വെക്കാം. സ്റ്റീൽ, അലുമിനിയം, ഓട്, അതല്ലെങ്കിൽ ഇരുമ്പ്, അതല്ലെങ്കിൽ ഇനി നമുക്ക് മണ്ണിൻ്റെ പാത്രം വരെ, മൺചട്ടി വരെ ഇതിനകത്ത് വെക്കാം. 6 kg വരെ വെയിറ്റ് ഈ ഒരു ഇതിന് മുകളിൽ വെക്കാമെന്നാണ്. 6 kg വെയിറ്റ് വരെ താങ്ങും ഈ ഒരു അടുപ്പ് എന്നാണ് പറയുന്നത്. 1 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. ഓറിയൻറ്റിൻ്റെ കമ്പനിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് IRSZ22S എന്നുള്ള ആ ഒരു മോഡൽ നമ്പറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന് 1 year വാറണ്ടി ഉണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് സൈറ്റ് വാറണ്ടി ഉണ്ടെങ്കിൽ ഇവരെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്ത് തരും. അതിനാണ് 1800-103-7574 എന്നുള്ള ടോൾ ഫ്രീ നമ്പർ. ഇനി ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണ്, ഷോപ്പ് വാറണ്ടിയാണ് ആ ഒരു പ്രദേശത്ത് നിങ്ങളുടെ ദേശത്തുള്ളത് എങ്കിൽ ഷോപ്പിൽ നിങ്ങൾ വാങ്ങിയ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ 1 yearനുള്ളിൽ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അവരത് സർവീസ് ചെയ്ത് തരും. 6,900 സംതിങ്ങോളം MRP വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 3,300, 3,400 ലഭിക്കുന്നുണ്ട്. ഇൻഫ്രാറെഡ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പാത്രം വെക്കാമെന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അതിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ ഹീറ്റാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്തോ ശേഷമോ അതിൽ മുകളിൽ തൊടാൻ പാടില്ല. നല്ലപോലെ ചൂടുണ്ടാകും. ഇൻഡക്ഷൻ കുക്കർ പോലെ ലോ ഹീറ്റ് പുറത്തേക്ക് വരികയല്ല, ഇത് പുറത്തേക്ക് ചൂട് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ കുക്കർ പോലെ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥം മാത്രം തിളയ്ക്കുന്ന ഒരു സ്വഭാവമല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഏത് പാത്രവും വെക്കാമെന്ന് പറയാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ കുക്ക് ഓഫ് ചെയ്യുമ്പോഴും ഓൺ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യാതിരിക്കുക, അതായത് അതിൻ്റെ മുകളിലത്തെ സർഫേസിൽ ടച്ച് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ വാറണ്ടി കാർഡ് അതിൻ്റെ യൂസർ മാനുവൽ ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ സീൽ ചെയ്ത് കൊടുക്കുക, ഡേറ്റ് എഴുതി കൊടുക്കുക. വാറണ്ടിയാണ്, അതിൻ്റെ വാറണ്ടി കാർഡാണ്. ഒരു കാരണവശാലും വാറണ്ടി കാർഡ് മിസ്സായി പോകാൻ പാടില്ല. വാറണ്ടി ലഭിക്കുന്നതാണ്. ടച്ച് പാനലാണ് മറ്റൊരു പ്രത്യേകത. ഡീപ്പ് ഫ്രൈ, കറി, ബോയിൽ, ടൈമർ, അതേപോലെ തന്നെ ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ടച്ചാണ് വരുന്നത്. സൈഡിൽ വരുന്നത് മെറ്റൽ ബോഡിയാണ്. ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഈ ഒരു നോബിൽ നിന്നാണ്. ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം മുകളിൽ ടച്ച് പാനലാണ്. ഓൺ ഓഫ് ഒക്കെ ടച്ച് പാനലാണ്. അതിൻ്റെ ഒരു ഡിസ്പ്ലേയും മുകളിൽ കാണാം. ചൂട് കൂടുന്നത് സൈഡിൽ ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ, പിടിക്കേണ്ട ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പിടിക്കേണ്ടത്. കാരണം സൈഡൊക്കെ ചൂടായിരിക്കും, അതുകൊണ്ട് എല്ലായിടത്തും കയറി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ നമുക്കറിയാം പ്ലാസ്റ്റിക് ബോഡിയായിരിക്കും, ഇത് മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഒഴുകി പോകില്ല. അതുപോലെ സൈഡ് പിടിക്കാനൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. തുണി കൊട്ടി പിടിക്കാനുള്ള ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പാചകം ചെയ്യുന്ന ശേഷമാണ്. അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സിസ്റ്റം കൂൾ ചെയ്യേണ്ട ഒരു ഫാനിൻ്റെ സെറ്റപ്പും അടിയിൽ കാണാൻ, അതിൻ്റെ ഒരു എയർ സർക്കുലേഷനുള്ള ഒരു ഭാഗം അവിടെ കാണാൻ സാധിക്കും. കോഡ് വയർ വരുന്നത് 3 പവർ പ്ലഗ്ഗാണ്. 3 പ്ലഗ് പവർ പ്ലഗ്ഗാണ് വരുന്നത് കൊടുത്തിരിക്കുന്നത്. അടിഭാഗം മൊത്തം മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഇതൊക്കെ തന്നെയാണ്. ഏകദേശം 3,400, 3,500 ലെവലിൽ വരുന്നുണ്ട്. 3,300 നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓൺലൈനൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പല വിലക്കും പല കമ്പനിയും കൊടുക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് ഏത് പാത്രവും വെക്കാം. കറണ്ടിൻ്റെ മറ്റേ ഇൻഡക്ഷൻ കുക്കർ പോലെ, അതായത് കറണ്ടിൻ്റെ നമ്മൾ പണ്ടത്തെ ഇൻഡക്ഷൻ കുക്കർ പോലെ സ്റ്റീൽ പാത്രം മാത്രമേ വെക്കാവൂ, അങ്ങനത്തെ ഒരു കണ്ടീഷനൊന്നും ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പുകൾക്കില്ല. ഇൻഫ്രാറെഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കറണ്ട് ഇലക്ട്രിക്കൽ അടുപ്പുകൾക്ക് ഇല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഏത് പാത്രവും വെക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് 2,200 വാട്ട്സ്, സാധാരണ കറണ്ട് അടുപ്പുകൾക്കും വരുന്ന ഏകദേശം വാട്ട്സാണ്. ആ ഒരു വാട്ട്സിന് ഇതിന് വരുന്നുണ്ട്. 2,200 വാട്ട്സ് ഇതിന് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വിശേഷം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.